गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ഒക്ടോബർ 5 മുതൽ 11 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, കന്നി 19 മുതൽ 25 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ശുക്രനും, ശത്രുസ്ഥാനത്ത് സൂര്യനും, കളത്രസ്ഥാനത്ത് ചൊവ്വയും ബുധനും, വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗം ശമിക്കും, ശത്രുനാശം ഉണ്ടാകും, മൃഷ്ടാന്നലാഭം, കർമ്മതടസ്സം, സന്തോഷം, ദുശ്ചലവ് എന്നിവയ്ക്കിടയുണ്ട്. ദാമ്പത്യ സൗഖ്യം കുറയും, ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത, ഇഷ്ടജനങ്ങളുമായുള്ള വേർപാടിന് ഇടയുണ്ടാകും. സന്താന സൗഖ്യവും ഗുരുജനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. വൃഥാസഞ്ചാരം, പ്രിയജനങ്ങൾക്ക് അരിഷ്ടത എന്നിവയ്ക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി ശുക്രനും, പുത്രസ്ഥാനത്ത് സൂര്യനും, ശത്രുസ്ഥാനത്ത് ചൊവ്വയും ബുധനും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനവർദ്ധനവും സൽകീർത്തിയും ഉണ്ടാകും. ഭൗതിക സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. കുടുംബസുഖമുണ്ടാകും. ഭാഗ്യവർദ്ധനവും ഉന്നതന്മാരുടെ അംഗീകാരവും ലഭിക്കും. ശത്രുശല്യം കുറയും. അഭീഷ്ടസിദ്ധി, ബന്ധുസമാഗമം, അമിതമായ ചെലവ്, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. മനസ്സുഖം കുറയാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകീരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ ശുക്രനും, സുഖസ്ഥാനത്ത് സൂര്യനും, പുത്രസ്ഥാനത്ത് ചൊവ്വയും ബുധനും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗവർദ്ധനവും കാര്യതടസ്സവും ഉണ്ടാകും. ഭയം, തൊഴിൽ പുരോഗതി, സന്തോഷം, കാര്യതടസ്സം എന്നിവയ്ക്ക് സാധ്യത. ഉചിതമല്ലാത്ത ചിന്തകളും പുത്രദുഃഖവും ഉണ്ടാകും. ജപധ്യാനാദികൾക്ക് മുടക്കം നേരിടും. ധനപരമായി അനുകൂലമായ കാലമല്ല. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. ദുഷ്പ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. അപമാനകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്ത കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി ശുക്രനും, സഹോദരസ്ഥാനത്ത് സൂര്യനും, സുഖസ്ഥാനത്ത് ചൊവ്വയും ബുധനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഗൃഹവാഹനാദി സൗഖ്യവും ആരോഗ്യപുഷ്ടിയും ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. തൊഴിൽ പുരോഗതി, ഭയം, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകും. സ്ഥാനഭ്രംശവും ദുർജന സംസർഗവും പ്രതീക്ഷിക്കാം. യാത്രാഗുണം കുറയും. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അനുഭവഗുണം വർദ്ധിക്കും. സുഖവും ബന്ധനവും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്ത ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂര, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിലും ധനസ്ഥാനത്തുമായ ശുക്രനും, ധനസ്ഥാനത്ത് സൂര്യനും, സഹോദരസ്ഥാനത്ത് ചൊവ്വയും ബുധനും, അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കാൽമുട്ടുകൾക്ക് അസുഖങ്ങൾക്ക് സാധ്യത. ബന്ധുക്കളുമായി കലഹത്തിനിടയുണ്ട്. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. അഭീഷ്ടകാര്യസിദ്ധിയും സന്താന ഗുണവും പ്രതീക്ഷിക്കാം. സഹോദര ഗുണം കുറയും. ശത്രുനാശവും സന്തോഷവും ഉണ്ടാകും. സമ്മാന ലാഭം, അഗ്നിഭയം, ബന്ധനം, അഭീഷ്ടസിദ്ധി എന്നിവ ഉണ്ടായേക്കാം. വഞ്ചനയിൽ അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്ത കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി ശുക്രനും, ജന്മത്തിൽ സൂര്യനും, ധനസ്ഥാനത്ത് ചൊവ്വയും ബുധനും, കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡയും കോപവർദ്ധനവും ഉണ്ടാകും. രോഗശമനം, മുറിവ് പറ്റൽ, അനുഭവഗുണം എന്നിവ പ്രതീക്ഷിക്കാം. ഭാഗ്യദോഷവും കള്ളന്മാരുടെ ഉപദ്രവവും നേരിടേണ്ടതായി വന്നേക്കാം. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. സന്താന ഗുണം കുറയും.
വരവും ചെലവും ഒരുപോലെ വർദ്ധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും മന്ദതയുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിരയുടെ അവസാന പാദം, ചോതി, വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ ശുക്രനും വ്യയസ്ഥാനത്ത് സൂര്യനും ജന്മത്തിൽ ചൊവ്വയും ബുധനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശാന്തിയും ശത്രുനാശവും ഉണ്ടാകും. നിർഭയത്വവും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. കുടുംബസൗഖ്യവും ആജ്ഞാശക്തിയും ഉണ്ടാകും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. സ്വജനവിരഹത്തിനും ഉഷ്ണരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. സഞ്ചാര തടസ്സം, രോഗശമനം, മൃഷ്ടാന്നലാഭം, അഗ്നിഭയം എന്നിവയ്ക്ക് സാധ്യത. കർമ്മഗുണം കുറയും. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്ത വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്തിൽ ലാഭസ്ഥാനത്തുമായ ശുക്രനും ലാഭസ്ഥാനത്ത് സൂര്യനും വ്യയസ്ഥാനത്ത് ചൊവ്വയും ബുധനും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവ ഗുണം വർദ്ധിക്കും. ഭയം, സഞ്ചാര തടസ്സം, ശത്രുനാശം, സമ്മാനലാഭം എന്നിവയ്ക്ക് സാധ്യത. ദ്രവ്യനഷ്ടം, ഉഷ്ണരോഗം എന്നിവയും ഉണ്ടായേക്കാം. പാപപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. കഠിന ദുഃഖവും ബന്ധനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അപമാനങ്ങൾക്ക് സാധ്യത. മനോവിഷമം വർദ്ധിക്കും. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി, മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ ശുക്രനും കർമ്മസ്ഥാനത്ത് സൂര്യനും ലാഭസ്ഥാനത്ത് ചൊവ്വയും ബുധനും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനി, മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത എന്നിവ പ്രതീക്ഷിക്കാം. അനുഭവ ഗുണവും കളത്രസൗഖ്യവും ഉണ്ടാകും. കാര്യസിദ്ധിയും ബുദ്ധിവർദ്ധനവും പ്രതീക്ഷിക്കാം. വിദ്യാഗുണവും സന്തോഷവും ഉണ്ടാകും. വീട്, വസ്തു എന്നിവ അധീനത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. കർമ്മഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായ ശുക്രനും ഭാഗ്യസ്ഥാനത്ത് സൂര്യനും കർമ്മസ്ഥാനത്ത് ചൊവ്വയും ബുധനും സഹോദര സ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അധികമായ മനോദുഃഖം ഉണ്ടാകും. കർമ്മതടസ്സം കാണുന്നു. ശത്രുനാശവും കളത്രസൗഖ്യവും പ്രതീക്ഷിക്കാം. അനുഭവ ഗുണം ഇല്ലാതെ പോകും. ആഭരണ ലാഭം ഉണ്ടാകാനിടയുണ്ട്. ഭൃത്യന്മാരെ കൊണ്ട് ഉപകാരവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഗണപതി പ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്തിലും അഷ്ടമത്തിലുമായ ശുക്രനും അഷ്ടമത്തിൽ സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും ബുധനും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കുടുംബസൗഖ്യവും ഐശ്വര്യവും ഉണ്ടാകും. ദമ്പതികൾക്കിടയിൽ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉടലെടുക്കും. സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ പ്രതികൂല നടപടികൾ നേരിടേണ്ടതായി വരും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ശരീരക്ഷീണം വർദ്ധിക്കും. വാതരോഗങ്ങളും കാര്യവിഘ്നവും ഉണ്ടാകും. സാമ്പത്തിക പ്രയാസങ്ങൾ, വിദ്യാതടസ്സം എന്നിവയും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്ത മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ശുക്രനും കളത്രസ്ഥാനത്ത് സൂര്യനും അഷ്ടമത്തിൽ ചൊവ്വയും ബുധനും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവ ഗുണം കുറയും. ദാമ്പത്യ സൗഖ്യം കുറയാനിടയുണ്ട്. യാത്രാ തടസ്സം നേരിടും. അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. പുത്രലാഭം ഉണ്ടാകാം. ശിരോപീഡകൾ, അന്യദേശ യാത്രകൾ എന്നിവ വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഗണപതി പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക.